ഹലോ, പറഞ്ഞോ. എന്തോന്ന് പറഞ്ഞിട്ട് പോയത്? ശൂലംകുടി വീട്ടിന്റെ വരാന്തയിൽ ചാരി കസേരയിൽ ചാരി കിടക്കണ കുംഭമീശക്കാരൻ വേർക്കൊന്നടി. എടി നീയോ നിന്റെ കുടുംബക്കാരെ വിചാരിച്ച നടക്കാൻ പോണില്ല. അണ്ണാ അണ്ടാ വരാതെ ഇറങ്ങി വരണ അണ്ടാ, നിങ്ങൾ പറഞ്ഞ കേട്ടാ? ഞാൻ കേട്ടോണ്ടിരിക്കുന്ന പൊട്ടല്ല അവിടെ. എത്രയോ വർഷങ്ങളായി എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ വസ്തുവിൻ്റെ പേരും പറഞ്ഞ് എത്രയോ പ്രാവശ്യം നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ബഹളം വെച്ചിട്ടുണ്ട്, നാണം കെടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മയെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാൻ ഇതെല്ലാം കേട്ടിട്ടേ ക്ഷമിച്ച് മിണ്ടാതെ നിന്നിരുന്നു. ഇപ്പൊ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കൊള്ളനുണ്ടല്ലേ? എടി നെയ്യാറ്റിങ്ങനെയുള്ള വസ്തു എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നൊക്കെ ഞാൻ ആലോചിച്ചോളാം കേട്ടാ. അപ്പൊ പടവലത്തെ വസ്തുവിന്റെ കാര്യം ഞാൻ ആലോചിച്ചോളാം. രണ്ടുപേരും നോക്കി ഉടനെ വേണം. ഞങ്ങൾക്ക് ഉടനെ വേണം നിർബന്ധമൊന്നുമില്ല. എന്താ അരി വെച്ചേ? കല്യാണത്തിനിട്ട് ആരും പോലും ഇവർക്ക് ഉണങ്ങിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നതിന് എന്തായാലും നെയ്യാറ്റിങ്ങരയിലെ ഒരു വസ്തുവിന്റെ കാര്യത്തില് ഞാൻ ഉടനെ തീരുമാനം ഉണ്ടാക്കും. ഏത് വസ്തുവിന്റെ കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാക്കണേ? രാഘവമാമൻ എന്റെയും കൂടി പേരിൽ എഴുതി തന്ന ആ 50 സെന്റിന്റെ കാര്യത്തിൽ. അത് ഞാനും കൂടെ ആലോചിക്കണമല്ലോ. ആലോചിച്ചോ. എനിക്ക് ആ വസ്തുവിൽ എന്റെ ഷെയർ വിറ്റിട്ട് ആ പൈസ എന്റെ മക്കളുടെ പേരിൽ FT ഇടണം. ഞാൻ സമ്മതിക്കില്ലെങ്കിലോ വിൽക്കാൻ? സമ്മതിച്ചില്ലേ കുഴപ്പമില്ല, അതെടുത്തിട്ട് അതിന്റെ കാശ് തന്നാ മതി. പൈസ ഇല്ലെങ്കിൽ അതിന്റെ ഷെയർ തന്നാ മതി വിറ്റിട്ട്. പൊന്നോ, കുറെ കാലമായിട്ട് ഈ വസ്തുവിന്റെ പേരിലുള്ള അടി ഇവിടെ ഇല്ലായിരുന്നു. ചെറുതിലേക്ക് കേട്ട് തലപ്പിടാതെ പിടിച്ചിട്ടുണ്ട്. നിർത്തടാ. 18 വയസ്സ് കഴിഞ്ഞ ശേഷം അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടാ. എൻ്റെ മുഖത്തിരിക്കില്ല മീശ ഇത് കട്ടി പിടിക്കട്ടെ. ഈ മീശ കട്ടി പിടിച്ച് വയസ്സായി നരച്ച് കൊഴിഞ്ഞു വീണാ പോലും ഈ പേരിലുള്ള അടി നിർത്തൂല. ഈ സംഗതി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. എനിക്ക് നിങ്ങളാണ് വരുന്നത്. ഇന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം. എന്റെ പൊന്നെണ്ണ, ഇങ്ങേര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ പോകില്ല. കുടുംബക്കാർ തീരുമാനം ഉണ്ടാക്കാൻ പോയാൽ പോലും ഇങ്ങേര് അവരുടെ മുന്നിൽ പുണ്യാളാവാൻ നോക്കും. അവര് എങ്ങാനും ഈ വസ്തു മൊത്തം എഴുതി കൊടുക്കാൻ അയ്യോ ഇപ്പൊ വേണ്ട, എനിക്ക് വേണ്ട, എന്റെ തീരുമാനമാണ് അവളുടെ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കും. പിന്നെ 1 സെന്റ് അങ്ങാനും അവര് ഇങ്ങേരുടെ പേരിൽ എഴുതി വെച്ചാ എനിക്ക് വസ്തു കിട്ടിയെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയും ചെയ്യും. അയ്യേ ആകെ വേണോടെ നിന്റെ വസ്തു ഒരു സെഞ്ചി ഏക്കർ കണക്കിന് വസ്തുവിന് ജനിച്ച് വീണ് കളിച്ച് ഉരുണ്ട് വളർന്നതിനാണ്ടി ഞാൻ കേട്ടാ. എനിക്ക് വസ്തുവിനോട് കൊതിയൊന്നുമില്ല. എങ്കിൽ മേലെ എന്റെ കുടുംബ വസ്തുവിന്റെ കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കാൻ വരണ്ട. എടി ആർക്ക് വേണം ഓണം കയറാൻ കൂടി വസ്തു? ആർക്ക് വേണം? അയ്യോ, നെയ്യാറ്റിൻകര വസ്തു മെട്രോപൊളിറ്റൻ സിറ്റി ആണല്ലോ. ആ കഷ്ടം. ഇതുപോലത്തെ ഒരു സംസാരം ഞാൻ കുഴിപ്പളത്തെ വീട്ടിൽ പോലും കേട്ടിട്ടില്ല. അതെങ്ങനെ കേൾക്കും? നിന്റെ അമ്മായിമാരെ മുമ്പ് നിന്റെ അമ്മായിപ്പ വാറക്കൂലല്ലോ, അങ്ങനെ പേടിയല്ലേ? അണ്ണാ ഇത് വേറെ ഒന്നുമില്ല. വസ്തുക്കളെല്ലാം കൂടെ എവിടെ സഹോദരന്മാരെ പേര് എഴുതി വെക്കണം. എന്നിട്ട് എൻ്റെ വസ്തു വിറ്റ് അങ്ങ് സുഖമായിട്ട് ജീവിച്ച് പുട്ടടിച്ച് ജീവിക്കണം. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് ശരി. ഇപ്പൊ എന്തായി? ആ അതെ, ദൈവമേ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്തോന്ന് പറഞ്ഞത്? എന്റെ വീട്ടിലെ വസ്തു മൊത്തം എന്റെ സഹോദരന്മാർക്ക് എഴുതി കൊടുത്തിട്ട് നിങ്ങളെ വീട്ടിലെ വസ്തു കൊണ്ട് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ കാണിച്ചു കൂട്ടണെന്നല്ലേ? ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. കണ്ടാണാ, ഉള്ളത് പറഞ്ഞ കള്ളന് തുള്ളല്. കള്ളം നിങ്ങളാ, ഉള്ളിലൊന്ന് പുറത്തൊന്ന്. ഇങ്ങനെ ഞാൻ കൊച്ചിലോട്ട് കാണാൻ തുടങ്ങിയതല്ലേ. നിങ്ങള് കുട്ടിക്കാലത്ത് എന്റെ വീട്ടിൽ വരുമ്പോ നിങ്ങളെ കണ്ണ് മൊത്തം എന്റെ വീടിലും വസ്തുവിലും ആയിരുന്നില്ലേ? എന്നിലല്ലായിരുന്നു. എന്നെ അല്ല നിങ്ങൾ സ്നേഹിച്ച, എന്റെ വീടും പറമ്പാണ് നിങ്ങൾ സ്നേഹിച്ചത്. അങ്ങനെയാണ് എനിക്ക് ഇപ്പൊ തോന്നണത്. അമ്മ, വിഷയം കയ്യിന്ന് പോകുന്നുണ്ട്. അണ്ണാ ഇത് വേറെ ഒന്നുമല്ല, ഈ പറയുക കള്ളത്തരമാണ്. ഞാൻ വലിയ പിടിച്ച് അങ്ങോട്ട് പോയതല്ല, എൻ്റെ പറയുന്ന വന്നേണ്. ഇവിടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇവിടെ നോക്കി തന്നെ ഞാൻ പോയത്. അല്ല പറമ്പും വസ്തുവൊന്നും എനിക്ക് വേണ്ട. പിന്നെ ശങ്കരണ്ണ അച്ഛൻ വഴി രാജപരമ്പരയിൽ ഞാൻ ബന്ധുവാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ കൈക്കലാക്കാൻ വേണ്ടി പൊടിയിട്ട് മയക്കി കൈവശം തന്ന് എന്നെ അങ്ങ് കൈക്കലാക്കി. എൻ്റെ വീട്ടിൽ റാണിയായിട്ട് ജീവിക്കാന്നാണെങ്കിൽ വിചാരിച്ച്. അത്രേ ഉള്ളു. അയ്യോ യുവരാജാവേ, എനിക്ക് യുവരാജാവിന്റെ അന്തപുരത്തിൽ ജീവിച്ച് കൊതി തീർന്നില്ല. നമുക്ക് പോവാം അന്തപുരത്തിലേക്ക്. ഹായ്, എന്ത് നല്ല കുടുംബം. ഞാൻ മര്യാദയ്ക്ക് ആ കുഴിപ്പളത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഇവിടെ വന്ന് പെട്ട്. കൊച്ചി, ആ പേര് കേട്ട 2 കുടുംബത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉണക്ക കുഴിപ്പള്ളത്തെ പറ്റി ഇവിടെ പറയരുത് കേട്ടാ. ഇതൊരു പരുവത്തി എത്തത് മോളെ. എന്നിട്ട് നിന്റെ കുഴിപ്പളത്തിലെ കഥകാക്കാം. അണ്ണാ ഇത് വേറൊന്നുമല്ല, ഭയങ്കര സ്വത്തുക്കളതൊക്കെ പറഞ്ഞില്ലേ. പാവപ്പെട്ട പണിക്കാരെ പുറമൊക്കെ വെട്ടി പിടിച്ച് കൂട്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ രേഖ ഇതുവരെ കണ്ടിട്ടില്ല. നീലേ, നിൻ്റെ അവിടുത്തെ വസ്തുവിന് പ്രമാണോ പട്ടയം കൊണ്ടാടി? അല്ല ഞാൻ കണ്ടിട്ടില്ല. നാട്ടുകാരൊക്കെ പറഞ്ഞത് വെട്ടിപ്പിടി ഫാമിലി എന്നാണ് പറഞ്ഞത് അവരെ പറ്റി. മക്കളെ പ്രമാണം ഇല്ലേ? ഇല്ല. എവിടെയാണെന്നോ? ശൂലംകുടിയില്
പ്രമാണം ഇല്ലാത്തത്. അവിടെ ആ താഴത്തെ വസ്തു ഉണ്ടല്ലോ, അവിടെ കാവ് കയ്യേറെന്നാണ് കേൾക്കണേ. പിന്നെ അണ്ണാ, അവരാ തെങ്ങും തോപ്പുണ്ടല്ലോ, ഇവരച്ഛൻ്റെ പേരിലൊന്നും അല്ല, ഇവരെ വല്യച്ഛൻ്റെ പേരാ അത്. പിന്നെ വീടും അച്ഛൻ്റെ പേരിലല്ല, എല്ലാം കള്ളപ്രമാണം ഉണ്ടാക്കി ഇവരുടെ പേരിലേക്ക് ആക്കിയതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നീലു, ഇത് പുതിയൊരു അറിവാണല്ലേ? എനിക്കിത് പുതിയ അറിവല്ല. ഞാൻ കുറേ കാലം നിങ്ങളെ വീട്ടിൽ വന്ന് നിന്നതാണല്ലോ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു തന്ന കാര്യമാണിത്. ഇത്രയും കാലം ഞാൻ ഇതിവിടെ പറഞ്ഞിട്ടില്ല, മനസ്സിൽ വെച്ച്. ഇപ്പം പറയാൻ അവസരം ഉണ്ടായി, ഇപ്പം പറഞ്ഞ്, അത്രേ ഉള്ളൂ. അവിടെയുള്ള ആൾക്കാരാര്? അവിടെയുള്ള ആൾക്കാരാരടി? ഞാൻ ഇപ്പൊ അവരുടെ അവരുടെ പേര് അവരുടെ പേര് പറയട്ടെ, വഴക്കുണ്ടാക്കാനാ പറയാൻ എനിക്ക് മനസ്സില്ല. എന്തൊരു കാണിക്കുന്നത്? കുറേ കാലമായി വസ്തുവിന്റെ കാര്യം പറഞ്ഞ ആടി ഉള്ളതുകൊണ്ട് മാനമായിട്ട് ജീവിച്ചുള്ളടാ. ആണാ നിങ്ങള് ഇല്ലെങ്കിലും മതിയാക്കടാ. സ്വന്തമായിട്ട് അധ്വാനിച്ച് പിള്ളേരെ നോക്കടാ. പറഞ്ഞാട്ടാ, നീലു നിന്റെ കൂടെയാണ് പറഞ്ഞത്. കേട്ട് ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഈ പ്രശ്നം ഇവിടെ പരിഹരിച്ച്. ഇല്ലെങ്കിൽ എന്താവും?